ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ ഈ കുട്ടിയുടെ ദാരുണമായ ഈ അത്യാഹിതത്തിൽ മാനേജിംഗ് കമ്മിറ്റി ഔപചാരികമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെല്ലാം തന്നെ ദുഃഖഭാരം കൊണ്ടും അതുപോലെ കുറ്റബോധം കൊണ്ടും തലതാഴ്ത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലുമാണ്. ഈ സംഭവം 17-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്ന് 19-ആണ്. ഈ സംഭവം നടക്കുന്നത് തൊട്ട് ഞങ്ങളിതിൻ്റെ പുറകെ തന്നെയാണ്. ഇന്നലെ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നവരെയും അതിനുശേഷം ആ കുടുംബാംഗങ്ങളെയെല്ലാം കണ്ട് ഒന്നും ഒരു ആശ്വാസമല്ലെങ്കിലും ഞങ്ങളുടേതായ നിലയിലുള്ള ആശ്വാസവും എല്ലാം അറിയിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ കമ്മിറ്റി കൂടാനുള്ള പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളത് അതാ ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കിട്ടിയ സമയം ഏറ്റവും അടുത്ത സമയം ഇപ്പോഴാണ്. ആ സമയത്ത് തന്നെ ഇന്ന് ഞങ്ങൾ 10 മണിക്ക് കമ്മിറ്റി നിശ്ചയിച്ച് ഞങ്ങൾ കൂടിയിട്ടാണ് ഇവിടെ ആദ്യം സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പം നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത്യാവശ്യമുള്ള ഉചിതമായ തീരുമാനങ്ങൾ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായിട്ട് സാമ്പത്തികമായി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ സഹായധനം തീരുമാനിച്ചിട്ടുണ്ട് കുടുംബത്തിന് നൽകുന്നതിന്. മറ്റ് സഹായധനങ്ങളുണ്ട്, അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് ഒന്നും ആവർത്തിക്കുന്നില്ല. പിന്നീട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചല്ലോ, മാനേജർക്ക് ഷോക്കോസ് നോട്ടീസുണ്ട്. അത് സംബന്ധിച്ച് നാളെ മറുപടി കൊടുക്കുന്നതിന് ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വിശദമായ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചിരിക്കുന്ന കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടി നൽകുന്നത് സംബന്ധിച്ച്, അതുപോലെ കഴിഞ്ഞ മെയ് 13 വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഈ ചെക്ക് ലിസ്റ്റ് സഹിതമുള്ള സർക്കുലർ, സ്കൂളിൻ്റെ സുരക്ഷയുമായി സ്കൂൾ തുറക്കുന്ന സമയത്ത് എടുക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാം ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും അത് സംബന്ധിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം കൂടിയ ആദ്യത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ പരിശോധിച്ചിട്ട് ഏതൊക്കെയാണ് എന്നത് നോട്ട് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ വിവാദമായ ഇലക്ട്രിക്കൽ ലൈൻ മാറ്റുന്നതിന് ഇന്നലെ ബാലാവകാശ കമ്മീഷൻ വന്നിരുന്നു. അവർ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് അവർ തന്ന നിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈൻ മാറ്റുന്നതിനും പുതിയ കണക്ഷൻ അപ്പുറത്ത് ഉള്ള ഒരു വീടിനും അതുപോലെ ഗേൾസ് ഹൈസ്കൂളിനും കൊടുക്കുന്നതിനുള്ള തീരുമാനം മാനേജരെന്നുള്ള നിലയിൽ അന്നേരം കൈക്കൊണ്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് കൈക്കൊണ്ടുകൊണ്ട് വേണ്ട നടപടികൾ KSEBക്ക് കത്ത് കൊടുക്കുന്നതടക്കമുള്ള നടപടികൾ, അതിൻ്റെ ചെലവ് എല്ലാം മാനേജ്മെൻറ്റ് വഹിച്ചുകൊണ്ട് ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ആ വീടിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ ലൈൻ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ തേവലക്കര ഗേൾസ് ഹൈസ്കൂളിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഇന്നലെ രാത്രി തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുള്ളത് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലൈനിൻ്റെ കേബിളടക്കം ഇട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെങ്കിൽ മാത്രമേ നാളെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പക്ഷേ അത് ഇന്നത്തെ ദിവസം കൊണ്ട് തീരത്തില്ല. അതിൻ്റെ പ്രവർത്തനം ഇന്ന് രാവിലെ മുതലേ അപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്നുണ്ട്. JCB അടക്കം വന്ന് ആ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ പ്രതിനിധികളിൽ നിന്ന് അത് ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ വിവരം നാളെ അത് പൂർണ്ണമായിട്ട് നാളത്തേക്ക് ആകത്തില്ല. ഈ വിവരം വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറെ അറിയിച്ച് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാറേ നാളെ അങ്ങനെ ക്ലാസ് ഗേൾസ് തുടങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല, കറണ്ട് ഇല്ലാത്ത സ്ഥിതിയുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, തീരത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാളെ 2 സ്കൂളിനും നാളെ കൂടി അവധി കൊടുക്കാൻ അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതാണ് നാളെ രാവിലെ ഇവിടെ
മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും PTA അനുശോചനം ബോയ്സിൽ നാളെ രാവിലെ നടക്കും. പിന്നെ മറ്റന്നാൾ രാവിലെ കുട്ടികളുടെ അസംബ്ലിയിൽ അനുശോചനം രേഖപ്പെടുത്തും. ഇതിവിടുന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിനുശേഷം കൗൺസിലിംഗ് ഉണ്ട്. ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം 2 സ്കൂളിലെയും കുട്ടികൾക്ക് ചൈൽഡ് ലൈൻ്റെ വിദഗ്ധർ വന്നിട്ടുള്ള കൗൺസിലിംഗ് കുട്ടികൾക്ക്, കാരണം കുട്ടികൾ ഇത് കണ്ട് ഭയന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മതിയായ കൗൺസിലിംഗ് കൊടുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് മറ്റന്നാൾ ഉച്ചവരെ അത് ഫലപ്രദമായിട്ട് നടക്കും. അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിന്നെ നേരിൽ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്.